ഇന്ന് ഫെബ്രുവരി 13 ഇന്ന് OTT റിലീസ് ചെയ്ത ഇനി OTT റിലീസ് ചെയ്യുന്ന ഈ ആഴ്ചയിലെ സിനിമകളുടെ ഇതുൾപ്പെടെ 7 OTT അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. ആദ്യത്തേത് കഴിഞ്ഞ വർഷത്തിന്റെ തുടക്കത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ രാസ്ത സിനിമയുടെ അപ്ഡേറ്റ് ആണ്. സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ മനോരമ മാക്സിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഫെബ്രുവരി മാസം തന്നെ സിനിമ OTT റിലീസ് ആകുന്നതാണ്. രണ്ടാമത്തേത് ഡയറക്റ്റ് OTT റിലീസിനൊരുങ്ങുന്ന ഏറ്റവും പുതിയ ഹിന്ദി സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ധൂം ധാം എന്നാണ് സിനിമയുടെ പേര്. യാമി ഗൗതം നാഗവേഷത്തിലെത്തിയ സിനിമ ഫെബ്രുവരി 14 തീയതി അതായത് വാലന്റൈൻ ദിനത്തിൽ ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യുന്നതാണ്. മറ്റൊരു ഹിന്ദി സിനിമ കൂടി ഈ ആഴ്ച OTT റിലീസ് ചെയ്യുന്നു. അത് PR ടെസ്റ്റിംഗ് എന്ന സിനിമയാണ്. C5 നാളെ ഫെബ്രുവരി 14 തീയതി തന്നെ സിനിമയും OTT റിലീസ് ആകുന്നതാണ്. ഇന്ന് OTT റിലീസ് ചെയ്ത ആമസോൺ പ്രൈമിന്റെ ഒരു സിനിമയാണ് മൈ ഫോൾട്ട് ലണ്ടൻ. ചിത്രം ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുഗു, മലയാളം, കന്നഡ ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ഇപ്പോൾ ആമസോൺ പ്രൈമിൽ ലഭ്യമാണ്. അടുത്തതൊരു തമിഴ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. മധുരൈ പയ്യനും ചെന്നൈ പൊണ്ണും എന്നാണ് സീരീസിന്റെ പേര്. ഈ തമിഴ് സീരീസ് ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ ഫെബ്രുവരി 14 തീയതി തമിഴ് OTT പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകുന്നതാണ്. ഇന്ന് OTT റിലീസ് ചെയ്ത മലയാളത്തിലെ വമ്പൻ സിനിമയാണല്ലോ മാർക്കോ. ഉണ്ണി മുകുന്ദൻ സിനിമ ഫെബ്രുവരി 14 OTT റിലീസ് പ്രഖ്യാപിച്ചതെങ്കിലും ഇന്ന് ഫെബ്രുവരി 13 തന്നെ സിനിമ ലഭ്യമാക്കിയിരിക്കുകയാണ്. സർട്ടിഫിക്കറ്റ് ലഭ്യമായ സിനിമ ഇപ്പോൾ 4 ഭാഷകളിൽ ലഭ്യമാണ്. ഹിന്ദി പതിപ്പ് വളരെ അടുത്ത് തന്നെ മറ്റൊരു OTT പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാർക്കോയ്ക്ക് ശേഷം സോണി ലിവിലൂടെ OTT റിലീസിനൊരുങ്ങുന്ന അടുത്ത മലയാളം സിനിമ അത് രേഖാചിത്രമാണ്. ജനുവരി മാസത്തെ എന്നല്ല ഈ വർഷം ഇതുവരെ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകളിൽ വലിയ വിജയമായി മാറിയ സിനിമ കൂടിയാണല്ലോ 50 കോടി കളക്ഷൻ കടന്ന ആസിഫിന്റെ രേഖാചിത്രം. സിനിമ മാർച്ച് മാസമായിരിക്കും OTT റിലീസ് ചെയ്യുക. സിനിമയുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം ഈ ഫെബ്രുവരി മാസം അവസാനത്തോടെ തന്നെ സോണി ലിവിന്റെ ഭാഗത്ത് നിന്ന് പുറത്തുവരും. പാൻ ഇന്ത്യൻ ഭാഷകളിൽ രേഖാചിത്രം ലഭ്യമാകുന്നതാണ്. അപ്പോൾ കാത്തിരിക്കാം OTT റിലീസിനായിട്ട്.